അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എല്ലാ സഹോദരിമാർക്കും റാഹത്തല്ലേ? ബറാഅത്ത് രാവിന് ചൊല്ലേണ്ട കുറച്ച് കാര്യങ്ങളും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. വളരെ ശ്രദ്ധയോടെ കേൾക്കുക, ഇതെല്ലാം ചെയ്യുക. ബറാഅത്തിന് മുമ്പ് ഈ കാര്യങ്ങൾ വീട്ടിൽ ഒരുക്കിയില്ലെങ്കിൽ വൻ നഷ്ടമാണ് നമുക്കുണ്ടാവുന്നത്. നമ്മുടെ വീട്ടിൽ സുഗന്ധം പുകയ്ക്കുക, നല്ല ഭക്ഷണങ്ങൾ പാകം ചെയ്യുക. ഒരിക്കലും ഭാര്യയും ഭർത്താവും തമ്മിൽ ബറാഅത്ത് രാവിൽ വഴക്ക് കൂടരുത്. നമ്മുടെ വീട്ടിന് ഐശ്വര്യവും ബർക്കത്തും നഷ്ടപ്പെടുന്നതാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന രാവാണ് ബറാഅത്ത് രാവ്. അത് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. എത്ര ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു അത്രയും നിങ്ങൾക്ക് നന്മകൾ കൈവരുന്നതാണ്. ആദ്യം നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടത് ഈമാൻ കിട്ടാനാണ്. നല്ല ഈമാനോടെ നമുക്ക് മരണപ്പെടാൻ, നല്ല ഈമാൻ മുഖത്ത് വരാൻ നമ്മൾ ദുആ ചെയ്യുക. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ദുആ എത്ര വേണമെങ്കിലും നിങ്ങൾ ഓതുക, നല്ലതാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞു ദുആ ചെയ്യുക. എത്ര ദിക്റും സ്വലാത്തും വർദ്ധിപ്പിക്കാമോ അത്രയും വർദ്ധിപ്പിക്കുക. എന്ത് ചോദിച്ചാലും റബ്ബ് തരുന്ന ഒരു രാവാണ് ബറാഅത്ത് രാവ്. അതാരും മിസ്സാക്കരുത്. ബറാഅത്ത് രാവിൽ സന്ധ്യയുടെ തുടക്കം മുതൽ സുബഹി വരെ ദുആകളും ദിക്റുകളും സ്വലാത്തുകളും വർദ്ധിപ്പിക്കുക. ആരും നഷ്ടപ്പെടുത്തി കളയരുത്. ഓതിക്കഴിഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക, കരഞ്ഞു ദുആ ചെയ്യുക. മക്കൾ നന്നാകാൻ, നല്ല വീട് കിട്ടാൻ, വീടില്ലാത്തവർക്ക് വീട് കിട്ടാൻ, വീട് പണി പൂർത്തിയാക്കാൻ കഴിയാതെ വിഷമിക്കുന്നവർ ദുആ ചെയ്യുക. ഈ ബറാഅത്ത് രാവിൽ മിസ്സാക്കാതെ ദുആ ചെയ്യുക. കടം മാറാൻ ദുആ ചെയ്യുക. സമാധാനം ലഭിക്കാൻ നമ്മൾ ദുആ ചെയ്യുക. വിഷമം മാറാൻ, രോഗങ്ങൾ മാറാൻ, അങ്ങനെ എന്ത് കാര്യങ്ങളും ഇഖ്ലാസോടെ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ദുആയ്ക്ക് ഉത്തരം തരുന്ന മാസമാണ്, രാവാണ്. 3 യാസീൻ പാരായണം ചെയ്യുക. ഏറ്റവും നല്ല സമയം മഗ്‌രിബിന് ശേഷമാണ്. യാസീൻ ഓതി അല്ലാഹുവിനോട് ദുആ ചെയ്യുക. യാസീൻ ഓതുന്ന സമയം വേറെ ഒരു സംസാരവും പാടില്ല. ആരോടും ഒന്നും സംസാരിക്കാതെ 3 യാസീന് 3 നിയ്യത്തിൽ തുടരെ ഓതുക. ദുആ ചെയ്യുക. അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. നമ്മളുടെ ആവശ്യങ്ങളെല്ലാം അല്ലാഹുവിനോട് പറഞ്ഞു ദുആ ചെയ്യുക. നമ്മൾ 1-ാമത്തെ യാസീൻ ഓതുമ്പോൾ ദുആ ചെയ്യേണ്ടത് ആയുസ്സിൽ ബർക്കത്ത്, നമ്മളെ ബർക്കത്തുള്ള ദീർഘായുസ്സ് ലഭിക്കാൻ അല്ലാഹുവിനോട് ആദ്യത്തെ യാസീൻ ഓതുമ്പോൾ ദുആ ചെയ്യുക. 2-ാമത്തത് റിസ്ക് വിശാലമാകാൻ, നമുക്ക് ഭക്ഷണം വിശാലമാകാൻ മാത്രമല്ല സമ്പത്തിൽ ബർക്കത്തുണ്ടാവാൻ, സന്തോഷം ലഭിക്കാൻ, ആരോഗ്യമുണ്ടാവാൻ, ഭക്ഷണ വിശാലത, നമ്മുടെ ജീവിതോപാധികളിലെല്ലാം ബർക്കത്ത്. നമ്മൾ എന്തൊക്കെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു അതിനെല്ലാം ബർക്കത്ത് കിട്ടാൻ ദുആ ചെയ്യുക. 3 നല്ല മരണം ലഭിക്കാൻ നമ്മൾ ദുആ ചെയ്യണം. മരണപ്പെട്ടു പോയ എല്ലാവരെയും നമ്മൾ ഓർക്കണം. അവർക്ക് യാസീൻ ഓതണം. മഗ്‌രിബിൻ്റെയും ഇശായുടെയും ഇടയിൽ സൂറത്തുൽ ദുഹാൻ ഓതുക. സൂറത്തുൽ ദുഹാൻ ആദ്യത്തെ 8 ആയത്ത് ലൈലത്തുൽ ബർക്കത്താക്കപ്പെട്ട ആയത്താണ്. ബറാഅത്ത് രാവ് വരെ ഓതുക. 15 തവണ ഓതുക. എന്നും രാത്രിയിൽ ഓതുക. എന്ത് ചോദിച്ചാലും കിട്ടുന്ന ഈ രാത്രിയാണ് ബറാഅത്ത് രാവ്. എല്ലാ ദിക്റുകളും നമുക്ക് ബറാഅത്ത് രാവിൽ എല്ലാ ദിക്റുകളും ചൊല്ലാം.
അതിൽ പ്രധാനപ്പെട്ട ദിക്ർ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അത് വർദ്ധിപ്പിക്കുക. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അൽഹംദുലില്ലാഹ്, അത് ഓതുക. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര വേണമെങ്കിലും നിങ്ങൾ വർദ്ധിപ്പിക്കുക. ഏറ്റവും മഹത്തായ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹിൽ അലീം വർദ്ധിപ്പിക്കുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, ആ ദിക്ർ വർദ്ധിപ്പിക്കുക. ആരും ഈ രാത്രി ഓതാതെ പോകരുത്, ഇതെല്ലാം ഓതുക. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്യുക. എന്താഗ്രഹം ഉണ്ടെങ്കിലും അള്ളാഹു സാധിച്ചു തരും. നല്ല ഇഖ്ലാസോടെ ഓതുക. തഹജ്ജുദ് നമസ്കരിക്കുക. നോമ്പിൻ്റെ നിയ്യത്ത് രാത്രി തന്നെ വെക്കുക. നമ്മൾ നോമ്പിൻ്റെ നിയ്യത്ത് വെക്കുമ്പോൾ ഷഹ്ബാനിലെ സുന്നത്താക്കപ്പെട്ട നോമ്പിനെ ഞാൻ കരുതി, ബറാത്തിൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പിനെ ഞാൻ കരുതി, അയ്യാമുൽ ബീളിൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പിനെ ഞാൻ കരുതി, റമളാനിൽ ഖളാ ആയ നോമ്പിനെ ഞാൻ കരുതി എന്ന് നിയ്യത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ആ 4 നോമ്പിൻ്റെ കൂലിയും കൂടി കിട്ടുന്നതാണ്. മരണപ്പെട്ടവർ അന്ന് നമ്മുടെ വീട്ടിൽ വരുമെന്ന് മഹത്തുക്കൾ പറയുന്നു. അവർക്ക് ഫാത്തിഹായും അവരുടെ പേരിൽ ഹദിയയും ഒക്കെ ചെയ്യുക. അവരെ സന്തോഷിപ്പിച്ചയക്കുക. ജമാഅത്തായി നമസ്കരിക്കുക. ബറാത്ത് രാവിലെ ജമാഅത്തായി നമസ്കരിക്കുക. വെള്ളിയാഴ്ച ഇടയത്താഴം കഴിച്ച് ശനിയാഴ്ചയാണ് നോമ്പ്. ബറാത്ത് ഷഹ്ബാൻ 15 രാത്രി വളരെ പുണ്യമുള്ളതും പവിത്രത ഉള്ള രാവ്. രാത്രി സമയത്ത് പലവിധ സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ പണ്ഡിതർ സൂചിപ്പിച്ച രാത്രി. പകൽ നോമ്പ് സുന്നത്താണ്. എല്ലാവർക്കും എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യാൻ റബ്ബ് അനുഗ്രഹിക്കട്ടെ. ബറാത്ത് രാവിലെ നമുക്കെല്ലാവർക്കും എല്ലാ ഇബാദത്തുകളും എല്ലാ സൽക്കർമ്മങ്ങളും എല്ലാ ദുആകളും ദിക്റുകളും സലാത്തുകളും വർദ്ധിപ്പിക്കാൻ ആഫിയത്തുള്ള ദീർഘായുസ് റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും, നിങ്ങൾക്കും എനിക്കും എല്ലാ ലോക മുസ്ലിങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ റഹ്മാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബറകാതുഹു. മുത്തുനബിയുടെ പേരിൽ ഒരു സലാത്ത് ചൊല്ലി നമുക്ക് നിർത്താം. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബറകാതുഹു. എല്ലാവരും ഈ നല്ല അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും പടച്ചോൻ അനുഗ്രഹിക്കട്ടെ.